ബിരിയാണി ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മലയാളീസ് എവിടെ ചെന്നാലും മെനു കാർഡൊക്കെ തന്നെ നോക്കും. ബട്ട് ലാസ്റ്റ് ചൂസ് ചെയ്യാൻ പോണത് ബിരിയാണി ആവുള്ളൂ. അതെന്താണെന്നറിയോ? ഫസ്റ്റ് തിങ് അതിൻ്റെ സ്മെല്ല്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന കാഷ്നട്ടും മുന്തിരിയും, അതൊക്കെയാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. അപ്പോഴാണ് നമ്മുടെ കഥയിലെ രണ്ടാം ഹീറോ വന്നത്, അതായത് മന്തി. ഈ മന്തി വന്നപ്പോഴാണ് ബിരിയാണി വേണോ മന്തി വേണോ എന്നുള്ള ഡൗട്ടായത്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ് ഈ ബിരിയാണി വെക്കുമ്പോൾ മന്തിനെ കൊണ്ടുവന്നതെന്ന്. ഫുള്ള് കേട്ട് നോക്ക്, അപ്പം മനസ്സിലാവും. അതായത് ബിരിയാണിനെ നമുക്ക് പണ്ടത്തെ നമ്മുടെ ഫ്രണ്ട്സായിട്ടും മന്തിനെ നമ്മളെ അൺഎക്സ്പെക്റ്റഡ് ഫ്രണ്ട്സായിട്ടും എടുക്കാം. ഇപ്പം നമുക്ക് ഡൗട്ടായി എന്ത് വേണം എന്നുള്ളത്, ബിരിയാണി വേണോ മന്തി വേണോ. എന്നാലും നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ബിരിയാണി തന്നെ ആയിരിക്കില്ലേ. അതായത് നമുക്കെപ്പോഴും മുഖ്യം നമ്മുടെ പണ്ടത്തെ ഫ്രണ്ട്സ് തന്നെയാണ്. ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന പീപ്പിൾസ് നമുക്ക് തരുന്ന വാല്യൂസും പ്രയോറിറ്റിയും പോലെയാണ് ഈ മന്തിയിൽ നമ്മൾ മയോണൈസ് കഴിച്ച് കഴിക്കുന്നത്. അതായത് മയോണൈസും മന്തിയും കൂടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. അതേപോലെ തന്നെയാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പീപ്പിൾസ് വരുമ്പോൾ നമ്മുടെ ലൈഫിലുണ്ടാവുന്ന ചേഞ്ചസും. പക്ഷേ നമുക്കത് മനസ്സിലാവില്ല പെട്ടെന്നൊന്നും. നമ്മുടെ വാല്യൂസ് എപ്പോഴും പണ്ടത്തെ ബിരിയാണിയിലും നമ്മുടെ പണ്ടത്തെ ഫ്രണ്ട്സിലുമാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ചൂസ് ചെയ്യണത് എന്തായിരിക്കും? ബിരിയാണി തന്നെയായിരിക്കും, അതായത് നമ്മുടെ പണ്ടത്തെ ഫ്രണ്ട്സിനെ തന്നെ. പക്ഷേ ഈ പറയണ അൺഎക്സ്പെക്റ്റഡ് പീപ്പിൾസും നമുക്ക് തരുന്നുണ്ട് വാല്യൂസൊക്കെ. അതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. മന്തിയിൽ മയോണൈസാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി എങ്കിൽ ബിരിയാണിയിൽ അച്ചാറും സാലഡൊക്കെയാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കി നിൽക്കുന്നതല്ലേ നമ്മുടെ ഒരു ബ്യൂട്ടി. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോ കാണാം.